നമസ്കാരം. നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആവേശമാണ് പടക്കളത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപാകെ കൈരളി ന്യൂസ് എത്തിക്കുന്നത്. നിലമ്പൂർ ടൗണിൽ നിന്ന് തന്നെയാണ് പടക്കളം ആരംഭിക്കുന്നത്. വലിയ തോതിൽ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ, പല ഘടകങ്ങൾ ഒക്കെ ഇതിനോടകം ആദ്യ ദിവസം തന്നെ പ്രചാരണം അതിൻ്റെ സജീവതയിലേക്കൊക്കെ പോകും മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ പല കാരണങ്ങളാൽ നിലമ്പൂർ ഇപ്പോൾ കേരളത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ. അപ്പോൾ അതിൻ്റെ നിരവധി ഘടകങ്ങൾ, വിഷയങ്ങൾ ഇതെല്ലാമാണ് ഈ പടക്കളത്തിലും നിലമ്പൂർ ടൗണിലെ ഈ പടക്കളത്തിലും മാറ്റുരയ്ക്കുക എന്നത് പ്രേക്ഷകരോട് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം. പതിവ് പോലെ തന്നെ ഈ പടക്കളത്തെ സജീവമാക്കാൻ 3 മുന്നണികളുടെയും വക്താക്കൾ നമ്മൾക്കൊപ്പം ചേരുക. അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ പൗരാവലിയും ഒപ്പം ചേരുകയാണ്. UDFനെ പ്രതിനിധീകരിച്ച് ശ്രീ TP അഷ്റഫ് അലിയാണ് പടക്കളത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ LDFനെ പ്രതിനിധീകരിച്ച് ശ്രീ V വസീഫ്, അതുപോലെ NDA പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് TK അശോക് കുമാർ. ഈ 3 പേരുമാണ് 3 മുന്നണികളെയും പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ നിലമ്പൂരിൻ്റെ പൗരാവലിയും നമ്മൾക്കൊപ്പം ചേരുന്നു. ഇവിടെ ഞാൻ അഷ്റഫ് അലിയിൽ നിന്ന് തുടങ്ങുമ്പോൾ, അഷ്റഫ് അലി പല ഘടകങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പാണ്. സ്ഥാനാർത്ഥികൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നിലമ്പൂർ LDFൻ്റെ സ്ഥാനാർത്ഥിയായി സ്വരാജ് വന്നതോടുകൂടി സ്വരാജിന് ലഭിച്ച സ്വീകാര്യത, സ്വന്തം നാട്ടിലേക്കുള്ള മത്സരം, അതിലേക്ക് വന്നിട്ടുള്ള ആവേശകരമായൊരു മാറ്റത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം എത്രമാത്രം നിഷേധിച്ചാലും നമ്മുടെ മുമ്പിലുണ്ട്. മറുഭാഗത്ത് ആര്യാടൻ ഷൗക്കത്ത് ഒന്ന് തോറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തി ഈ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ഷൗക്കത്തിനെ UDF ഏൽപ്പിക്കുന്നു. അൻവർ ഫാക്ടർ അവിടെ നിൽക്കുന്നു. അൻവർ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഷൗക്കത്തിനെതിരെ ഉന്നയിക്കുന്നു. BJPയും ഏറ്റവും രസകരമായി UDFിലെ ഒരു ഘടകകക്ഷിയിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇതാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു പൊതുചിത്രം. അഷ്റഫ് അലി അതേക്കുറിച്ച് എന്താ പറയുക? ഈ തെരഞ്ഞെടുപ്പ് LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പാണ്, ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്ന്. എന്നാൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു വിലയിരുത്തലായിരിക്കുമെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, വിലയിരുത്തലാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ തന്നെ വളരെ വ്യക്തമാണ്, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളെ ഞങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പുള്ളത്. വികസനത്തിൻ്റെ കാര്യത്തിൽ പിറകോട്ട് പോകുന്നു. കടമെടുപ്പിൻ്റെ കാര്യത്തിൽ കേരളം ഏറ്റവും അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ക്ഷേമ പദ്ധതിയുടെ കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. പോലീസിൻ്റെ അധികാര ദുർവിനിയോഗം കൊണ്ട് ഈ നാട് ഇന്ത്യയിലെ തന്നെ UPക്ക് താഴെയുള്ള ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന 2ാമത്തെ സ്റ്റേറ്റായി മാറുന്നു. ഇവിടെ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ഈ നാടിനെ പിടിച്ചുലക്കുന്ന അധാർമികമായ അസാൻമാർഗികമായ പ്രവണതകൾ ഏറുന്നു. ഓരോ വിഷയങ്ങളും ഇങ്ങനെയാണ്. ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന സമരം. വിദ്യാഭ്യാസ മേഖലയിൽ അടുത്തൊരു അധ്യയന വർഷം തുടങ്ങാനിരിക്കുകയാണ്. +1 സീറ്റില്ലാതെ നിലമ്പൂരിൽ ഉൾപ്പെടെ മലബാറിലെ കുട്ടികൾ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇവിടെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ രീതിയിലുള്ള നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും 100 കോടി ചെലവഴിച്ച് ഈ സർക്കാരിൻ്റെ പേരിൽ ആഘോഷം നടത്താൻ, അതിന് PR കമ്പനികളെ വെക്കാനൊക്കെ മടിക്കാത്തവരായി ഇവിടെ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ജനവിരുദ്ധമാണ് ഈ സർക്കാർ എന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിലമ്പൂർ ഉൾപ്പെടെ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 65 വോട്ടിന് UDF ജയിച്ച കരുളായി പഞ്ചായത്തിൽ 398 വോട്ടിന് വിജയിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളുടെ പൾസ് എന്താണെന്ന് ഇവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ LDF UDF എന്ന രീതിയിലുള്ള 2 മുന്നണികളിൽ മത്സരിക്കുന്നു. ആ മത്സരത്തിൽ അതിശക്തമായൊരു വിജയം തീർച്ചയായിട്ടും UDFനുണ്ടാകും. മറ്റൊന്ന്, ഇവിടെ LDF സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദിച്ചു. LDF മാത്രമല്ല 3 സ്ഥാനാർത്ഥികളെയും പരാമർശിച്ചു. അല്ലാതെ LDF സ്ഥാനാർത്ഥിയെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ടൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. LDF സ്ഥാനാർത്ഥിക്കായിരുന്നല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയിരുന്നത്. ആ ചുമതല നൽകിയ ആൾ മത്സരിക്കാൻ യോഗ്യനായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞിട്ട് പിന്നെയും എന്തിനാണ് 7 ദിവസം കാത്തിരുന്നത്? ശരി, ഓക്കെ, ഞാൻ അതിലേക്ക് തന്നെയാണ് ആദ്യം വരുന്നത്. സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നൊരു പ്രശ്നം ഈ ചർച്ചയുടെ ചർച്ചയിലേക്ക് കടന്നു വരും. നിലമ്പൂരിലെത്തിയ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ 9-10 വർഷക്കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ വിശകലനം ചെയ്ത് വിശദീകരിച്ചുമാണ് സംസാരിച്ചത്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഒരു വോട്ടർമാരുടെ മുമ്പിലേക്ക് ആ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ അത് പരാമർശിക്കാതെ പോകണം. അദ്ദേഹം ഏറ്റവും ഊന്നി സംസാരിച്ചതും ആ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വസീഫ്, ഞാൻ സ്ഥാനാർത്ഥികൾ എന്നതിൽ ഊന്നിയാണ് സംസാരിച്ചത്. അഷ്റഫ് അലി അവസാനം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതടക്കം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നിങ്ങളുടെ സ്ഥാനാർത്ഥി അധികമായി തരുന്നുണ്ടോ? അത് മറ്റു ക്യാമ്പുകളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു? നിലമ്പൂരിൻ്റെ ജനത സ്ഥാനാർത്ഥികളെ വിലയിരുത്തി പോകുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ആത്മവിശ്വാസം തരുന്നതാണ്? ഇവിടെ ഏത് തെരഞ്ഞെടുപ്പായാലും ആ തെരഞ്ഞെടുപ്പിനെയെല്ലാം
ഞങ്ങൾ നോക്കിക്കാണുന്നത് രാഷ്ട്രീയമായിട്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടാണ്. അതിൽ ഞങ്ങൾ വികസനം പറയും, നിലവിലുള്ള ഭരണത്തെക്കുറിച്ച് വിലയിരുത്താൻ പറയും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ച് പറയും, ഈ രാജ്യത്തെ വർഗീയതയെക്കുറിച്ച് പറയും. അതിനെതിരെ ഞങ്ങളെടുക്കുന്ന നിലപാടും മറ്റു കക്ഷികളെടുക്കുന്ന നിലപാടും പറയും. ഈ നാടിനെ വർഗീയതയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്ന ശക്തമായ ഒരു മുന്നണി ഈ നാടിന് ആവശ്യമുണ്ട് എന്നുള്ള നിലപാടും പറയും. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇവിടെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര മണിക്കൂർ വേണമെങ്കിലും സമയമെടുത്ത് നമുക്ക് പറയാൻ സാധിക്കും. ഒറ്റ വിലയിരുത്തൽ, ഉമ്മൻചാണ്ടി കാലത്തെ കേരളത്തിലെ ഭരണവും പിണറായി കാലത്തെ കേരളത്തിൻ്റെ ഭരണവും നമുക്ക് തട്ടിച്ചു നോക്കാം. അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങളൊക്കെ സമരം ചെയ്ത് ജയിലിൽ പോയവരാ. എന്നെ കേൾക്കുന്ന ഇതിൽ വന്നിട്ടുള്ള DYFIക്കാരോ SFIക്കാരോ ഉണ്ടെങ്കിൽ അവരെല്ലാം ജയിലിൽ പോയിട്ടുണ്ടാകും. എന്തിനാ പോയിരുന്നത്? സ്കൂളുകളിൽ പാഠപുസ്തകം പോലും എത്തിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. സ്കൂളുകൾ, സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന LP UP സ്കൂളുകൾ ലാഭവും നഷ്ടവും നോക്കി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായിരുന്നു ഈ കേരളത്തിൽ. അങ്ങനെയുള്ള സ്കൂളുകൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലുമുണ്ട്, സാധാരണക്കാരൻ പഠിക്കുന്ന സ്കൂളുകൾ. അതിൽ 22 പൊതുവിദ്യാലയങ്ങൾക്ക് 43 കോടി രൂപ ഈ നിലമ്പൂരിലും ചെലവഴിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അത് വിലയിരുത്തും ഈ ജനത എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓരോന്നും എടുത്തോ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ എല്ലാം എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കാലഘട്ടമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം. എന്നിട്ട് അവസാനത്തെ 4.5 കൊല്ലമാകുന്ന സമയത്ത് കുറേ കല്ലുമായി ഒരു ലോറിയിൽ കുറേ കല്ലുമായി വന്ന് സകല കവലകളിലും വന്ന് കല്ലിട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ പദ്ധതികളും മുടങ്ങിപ്പോയ പദ്ധതികളും കേരളത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് വലിയ വികസന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇവിടെ പരസ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ കേരളത്തിൽ, ഈ കല്ലിട്ട് പോയ ഉമ്മൻചാണ്ടി, ആ കല്ലിട്ട് പോയി അടുത്ത് വരുന്ന ഗവൺമെൻറ്റിന് ബാധ്യത വെച്ച് പോകുന്ന ഉമ്മൻചാണ്ടി 151 കോടി രൂപയുടെ പരസ്യമാണ് ഇവിടെ കൊടുത്തിരുന്നത്. അത് തന്നെ നോക്കൂ നിങ്ങൾ, എന്തൊരു പറയിപ്പിക്കലാണ്. 41 കോടി രൂപ കൊടുക്കാതെ ബാക്കിയാക്കി പോയിട്ട് അതുകൂടി കൊടുത്ത സർക്കാരിൻ്റെ പേര് ഇടതുപക്ഷ സർക്കാർ എന്നാണ്. മറന്നുപോയത് നമ്മൾ. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഗവൺമെൻറ്റിനെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. ഒന്നുകൂടി ഓർമ്മയില്ലാത്തവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. ഈ നാട്ടിലെ വികസനവും ഞങ്ങൾ ഓർമ്മപ്പെടുത്തും. അതിപ്പോൾ അതിൻ്റെ ഒരു സമയമല്ലാത്തതുകൊണ്ട് അതിൻ്റെ റൗണ്ടിലേക്ക് ഞാൻ അത് വീണ്ടും പറയാം. പിന്നെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നിലമ്പൂരിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് സഖാവ് M സ്വരാജ്. ആർക്കാ തർക്കം? ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ ഏത് ചർച്ചയിലും പറയുന്നത് എന്താ? സ്വരാജിനെ പോലെയുള്ളൊരു നേതാവ് ഈ കേരളത്തിലെ ഏത് ചെറുപ്പക്കാരനും ഏത് ചെറുപ്പക്കാരിയും ആരും ആവട്ടെ, ആരും ഇഷ്ടപ്പെടുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ യുവ നേതൃത്വം സഖാവ് M സ്വരാജ്. ആ സ്വരാജ് ഈ നിലമ്പൂരിൻ്റെ അഹങ്കാരമാണോ? ഇവരുടെ അഭിമാനമാണോ? അതുകൊണ്ട് തന്നെ ഒരു തർക്കവും വേണ്ട. നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കണ്ണഞ്ചിക്കുന്ന ഭൂരിപക്ഷത്തിൽ, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷത്തിന് ഈ നിലമ്പൂര് അദ്ദേഹത്തെ ഈ നിലമ്പൂരിൻ്റെ നായകനായി തെരഞ്ഞെടുക്കും. കേരളത്തിൻ്റെ അഭിമാനമാക്കി അദ്ദേഹത്തെ പറഞ്ഞയക്കും എന്നുള്ളതിലൊരു തർക്കവുമില്ല. അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നലെയും ഇന്നും ഈ നിലമ്പൂരിൻ്റെ തെരുവുകളിലൂടെ നടക്കുന്ന ചെറുപ്പക്കാരുടെയും പ്രായമുള്ളവരുടെയും സകലമാന മനുഷ്യരുടെയും പ്രകടനങ്ങളും ആവേശവും. ആ ആവേശം ഈ നാടിൻ്റെ ആവേശമാണ്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ മതമില്ല, മറ്റു വ്യത്യാസങ്ങളില്ല. എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഈ നിലമ്പൂരിൻ്റെ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയെ കേരളത്തിന് സംഭാവന ചെയ്യാൻ ഈ നാട് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഇനി NDA BJP സംബന്ധിച്ച് അശോക് കുമാർ, ഏറ്റവും രസകരമായൊരു നിലമ്പൂർ അനുഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അറിയുന്നു, അതിനുശേഷം ആ സ്ഥാനാർത്ഥിക്ക് BJPയിൽ അംഗത്വം നൽകുന്ന വിചിത്രമായൊരു നിലമ്പൂർ കാഴ്ച നമ്മൾ സംസാരിക്കുന്ന ഈ കാലത്തുണ്ടായി. തലേ ദിവസം വരെ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് വരെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയാൽ UDFിലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതൃനിരയിലുണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ തന്നെ വളരെ വാശിയോടെ നിങ്ങൾ പൊക്കിയതാണോ? പൊക്കിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കി മെമ്പർഷിപ്പ് കൊടുത്തതാണോ? ആ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം, 2016 ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്ന കോൺഗ്രസ്സുകാരൻ ആണ് PV അൻവർ. 2021 PV അൻവർ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്കും വേണമെങ്കിൽ
9 വർഷം ഒപ്പം നിന്ന അൻവറിന് പാർട്ടിയുടെ ഒരു മെമ്പർഷിപ്പ് കൊടുത്ത് ഒപ്പം ചേർക്കാമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. അയാൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചുപോയി. നന്നായില്ലേ? അൻവറിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അൻവർ അപ്പോൾ നിലമ്പൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു സ്ഥാനാർത്ഥി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്ന അനുഭവം ആദ്യത്തേതല്ല. ടി.കെ. ഹംസ എവിടെ നിന്ന് വന്നിട്ടാണ് ഇവിടെ മത്സരിച്ചത്? അൻവർ എവിടെ നിന്ന് വന്നിട്ടാണ് ഇവിടെ മത്സരിച്ചത്? തോമസ് മാത്യു എവിടെ നിന്ന് വന്നിട്ടാണ് ഇവിടെ മത്സരിച്ചത്? നിരന്തരമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മറുകണ്ഠത്തിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ഇടതു വലത് മുന്നണികൾ. അല്ല, അതെ, നിങ്ങളപ്പോൾ എന്താ ചെയ്തത്? അത് ഞാൻ ചോദിച്ചാൽ BJP ഇത്തവണ മോഹൻ ജോർജിൻ്റെ കാര്യത്തിൽ എടുത്തൊരു നിലപാട് എന്താണ്? അദ്ദേഹം UDF-ലെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സംസ്ഥാന നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഭാരവാഹിയായിരുന്ന ഒരാളായിരുന്നില്ലേ? റൈറ്റ്, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അങ്ങനെ ആയിരുന്നില്ലേ? വലിയ ആശയക്കുഴപ്പമൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. ആ പാർട്ടി പറയുന്നത് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല. നോക്കിയപ്പോൾ ആ ചിത്രങ്ങൾ പുറത്തു വരുന്നു. ആ ചിത്രം കഴിഞ്ഞ മാസം ഏപ്രിൽ മോൻസ് ജോസഫുമായി പങ്കെടുത്ത മലപ്പുറത്തെ പരിപാടിയിലൊക്കെ അദ്ദേഹത്തെ കണ്ട ചിത്രങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്ഥാനാർത്ഥി 3 പതിറ്റാണ്ട് കാലമായി കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. യുവജന പ്രസ്ഥാന കാലം മുതൽ കേരളത്തിലെ സവിശേഷമായ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധം എന്ന ചാപ്പ ഇടതുപക്ഷവും വലതുപക്ഷവും നിരന്തരം ഞങ്ങൾക്ക് മേലിൽ ചൊരിഞ്ഞിരുന്നു. അത് ഒരു പരിധി വരെ ഈ നാട്ടിലെ സാധാരണക്കാർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് സാഹചര്യം മാറി. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ വികസന പരിപാടികളും നയപരിപാടികളും സ്വീകാര്യമായി വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകൾ BJP-യിലേക്ക് കടന്നു വരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം അത് മുനമ്പത്തിൻ്റെ രാഷ്ട്രീയമാണ്. മുനമ്പത്തുണ്ടായ നിരന്തരമായ സമരങ്ങൾ, ആ ജനതയോട് കേരളത്തിലെ ഇടതു വലതും മുന്നണികൾ കാണിച്ച ചിറ്റമ്മ നയം, ഏത് ഭൂമിയും ആർക്കും കൈവശപ്പെടുത്താം എന്ന തരത്തിൽ കോൺഗ്രസ് പാസ്സാക്കിയ നിയമം, അതിനോട് സംസ്ഥാന സർക്കാർ അവലംബിച്ച രീതി, ഈ ഒരു മുനമ്പത്തിൻ്റെ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ മോഹൻ ജോർജ് ഞങ്ങളുടെ BJP-യുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ആ മുനമ്പത്തിൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് അടുത്ത് നിൽക്കുകയാണ്. തുടർന്ന് വന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പരമപ്രധാനമായ ഇഷ്യൂ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാട് അത് വളരെ പ്രധാനമാണ്. ഹമാസ് ഇസ്രായേലിൽ കയറി 1100 ആളുകളെ ആക്രമിച്ചു കൊന്നാൽ അത് ന്യായീകരിക്കാമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രയാസവുമില്ല. അതേസമയത്ത് അതിർത്തി കടന്നു വന്ന പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അക്രമം നടത്തിക്കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് മലക്കം മറിയും. ഗോവിന്ദൻ ഉണ്ണിയുടെ കഥ ഓർമ്മ വരും. മുകുന്ദന്റെ കഥയിലെ ഹൃദയം പൊട്ടി മരിച്ചു, യുദ്ധം വന്നു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കുമെന്ന്. ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, അയോധ്യ വിഷയം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു 2 സമുദായങ്ങൾക്കിടയിൽ. അത് രമ്യമായി പരിഹരിക്കപ്പോൾ അതിൻ്റെ ഇടയിൽ കോലിട്ടിളക്കാൻ വരികയും ആ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഈ തരത്തിൽ തികച്ചും രാജ്യത്തിൻ്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കാത്ത ഒരു സ്ഥാനാർത്ഥി ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരു കാര്യം, 35 വർഷത്തിലധികം അധികാരത്തിലിരുന്ന ആര്യാടൻ മുഹമ്മദ്, 9 വർഷം നിന്നിരുന്നിട്ടുള്ള അൻവർ, അങ്ങനെ 40 വർഷം. ഈ 40 വർഷത്തിൽ നിലമ്പൂരിന് എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്? വളരെ പ്രധാനമാണ്. എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ വന്നതുകൊണ്ടുകൂടി നിങ്ങൾക്കതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആകാം. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എൻ്റെ ചോദ്യം അവിടെ കിടന്നു, താങ്കൾ അത് അഡ്രസ്സ് ചെയ്യാതെ പോയി ഇനി നാളെ പ്രേക്ഷകർക്ക് തോന്നണ്ടെന്നോർത്താണ്. അൻവർ ഏറ്റവും വളരെ മോശപ്പെട്ട നിലയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തുടർച്ചയായി അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നു, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഒരു ഭാഗത്ത്. ഇവിടെ വസീഫിനും ഒരുപക്ഷെ സ്വരാജിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്യേണ്ടതായി വരും. അത് കഴിഞ്ഞ് ഞാൻ ഇവരിലേക്ക് വരാം. സ്ഥാനാർത്ഥികളെക്കുറിച്ച് അടുത്ത റൗണ്ടിൽ നമുക്ക് അടുത്ത വിഷയങ്ങളാകാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് 2005 മുതൽ 2010 വരെയും അതിനുശേഷം 2010 മുതൽ 15 വരെയും ഈ നിലമ്പൂരിൻ്റെ അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രഥമ നഗരസഭാ ചെയർമാനുമായിരുന്ന ആളാണ്. ഈ നിലമ്പൂരിനെ ലോകോത്തരമായ പദ്ധതികളിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് സദ്ഗമയ പദ്ധതി, MA ബേബി ഉൾപ്പെടെയുള്ള അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ വന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത നൽകുന്നതിന് വേണ്ടിയുള്ള, അതുപോലെ തന്നെ തുല്യതയിലൂടെ 10ാം തരം വരെ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഇവിടെ ഈ നിലമ്പൂരിനെ ഒരു LSGDക്ക് എത്രത്തോളം വളരാൻ പറ്റും അത്രത്തോളം വളർത്തിയ
ഭരണ നൈപുണ്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. പക്ഷേ 16 ജയിച്ചില്ല. അല്ല, തെരഞ്ഞെടുപ്പിലെ പരാജയം മറ്റൊരു കാര്യം. അതെ, ഞാൻ പക്ഷേ പറയാം, അതിനുശേഷം അടുത്ത തവണ സീറ്റും കൊടുത്തില്ല. അല്ല, ഞാൻ പക്ഷേ അൻവർ ഇപ്പോൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ. ഞാൻ പറയട്ടെ, അത് 2016 മുതൽ ഈ 2025 വരെ നിലമ്പൂരിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലുമുള്ള ഒരു വ്യക്തിയാണ് ആര്യടൻ ഷൗക്കത്ത്. എന്ന് വെച്ചാൽ നിലമ്പൂരിൽ കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ, അതുപോലെ തന്നെ നിലമ്പൂരും എടക്കരയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായ 2018, അതിനുശേഷം ഇപ്പോൾ ചൂരന്മലയിൽ മുണ്ടക്കയിൽ ഉരുളുപൊട്ടി അവിടെയുള്ള മനുഷ്യരൊക്കെ ചാലിയാറിലൂടെ വന്ന് പോത്തുകല്ലിൽ ഒഴുകി വന്നെത്തി, പിന്നീട് ഈ നിലമ്പൂർ ആശുപത്രിയിൽ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചയക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നാടിൻ്റെ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണ് ആര്യടൻ ഷൗക്കത്ത്. അത് ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് തെളിയിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഇത്ര ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്? ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്തും ഉന്നയിക്കാം, പക്ഷേ ജനങ്ങൾക്കിടയിൽ ആര്യടൻ ഷൗക്കത്ത് ഉണ്ട്. അല്ല, സ്ഥാനാർത്ഥിയെ കുറിച്ചാണ്. ജനങ്ങളുടെ ഒരു മതിപ്പുമില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അദ്ദേഹത്തെ സാമ്പത്തിക അല്ല, അത് എതിരാളികൾക്ക് അങ്ങനെ പറയാമല്ലോ, പറയേണ്ടി വരില്ല. എതിരാളികൾക്ക് അങ്ങനെ എന്തും പറയാം. പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കോളനിയിലേക്ക് ഇന്നും പ്രവേശനമില്ലെന്ന് പറഞ്ഞാൽ പാലമില്ലാത്തതിനാൽ ഡയറക്റ്റ് അങ്ങോട്ട് എൻട്രി ഇല്ലാത്ത ഒരു പ്രദേശത്തേക്ക് നിരവധിയായി അവരെ സഹായിക്കുന്നതിന് ഈ ചെങ്ങാടം വഴി അവിടേക്കെത്തി ആ ജനതയുടെ കൂടെ എന്ന് നിൽക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ഇത് അവിടെയൊന്നുമില്ല. ഇവിടെ ഏറ്റവും അവസാനം കരുളായിൽ 2 ദിവസം മുമ്പ് കാട്ടാന വന്ന് ഭീഷണിപ്പെടുത്തിയ ആ കുടുംബത്തിനകത്തേക്ക് ഇലക്ഷന്റെ ഇടയിൽ പോലും ചെന്ന ഒരേ ഒരു നേതാവ് ആര്യടൻ ഷൗക്കത്താണ്. ആരും ചെന്നിട്ടില്ല. ഒരു പൊതുപ്രവർത്തകൻ ഞാൻ പോയിട്ടില്ല, സ്ഥാനാർത്ഥിയും പോയിട്ടില്ല. ഞാൻ പറയുന്നത് നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ നിലമ്പൂരുകാരൻ എന്ന രീതിയിൽ എന്തുകൊണ്ടും നാടിനെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ആര്യടൻ ഷൗക്കത്ത് എന്നുള്ളത് തെളിയിക്കാൻ. ഇവരെ ഒരു സംസാരം കേട്ടാൽ തോന്നും ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെന്ന്. ചെറുതാക്കരുത് ദയവേത്. നിങ്ങൾ ഇതേ മണ്ഡലത്തിൽ മലയാളം അറിയാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് രാജാവും രാജകുമാരനുമാണെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ചവരാങ്ങൾ. അന്ന് നിങ്ങൾക്ക് വേറൊരു ന്യായം, ഇന്ന് നിങ്ങൾക്ക് വേറൊരു ന്യായം. നിങ്ങൾ വെറും ലീഗാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇങ്ങനെ ന്യായീകരിക്കാൻ മാത്രം ഗതികെട്ടവരുടെ ഒരു കൂട്ടായിട്ട് നിങ്ങൾ മാറരുത്. പിന്നെ സ്വരാജ്, നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് തൃപ്പൂണിത്തറയുടെ MLA നിങ്ങളുടെ മന്ത്രി ബാബുവിനെ തോൽപ്പിച്ച് അവിടെ MLA ആയി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മിടുക്കനായ MLA ആയി നിൽക്കുക. കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തെ ആകെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി അണിനിരത്തുന്ന ആളാ. ഇപ്പം ഞാൻ DYFIയുടെ ഭാഗമാണ്. അഷ്റഫ് അലി ഇതേപോലെ ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം വാർഡിലോ അല്ലെങ്കിൽ മണ്ഡലത്തിലോ എല്ലാ സമയത്തും ഇരുന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുടെ ഒരു സംഘടനാ രീതി എന്താ? നിങ്ങൾ ഈ അപകടമുണ്ടായ സമയത്തെല്ലാം എടുത്ത് പരിശോധിച്ചോ? എൻ്റെ മുമ്പിലിരിക്കുന്നതും പുറത്തുള്ളതുമായ സകല DYFIക്കാരും SFIക്കാരും അവരുടെ ജീവൻ പണയം വെച്ച് ഈ കവളപ്പാറയിലും ഈ നിലമ്പൂരിലും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ നേതൃത്വമായി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ നേതൃത്വത്തിൻ്റെയും അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തിൻ്റെയും എടുക്ക. അതിൻ്റെ ഭാഗ സഖാവ് M സ്വരാജ്. അതാ സഖാവ് സ്വരാജ്. അല്ലാതെ സഖാവ് സ്വരാജ് വന്നിട്ട് ഇങ്ങനെ ഓരോ രക്ഷാപ്രവർത്തനത്തിനും ഇങ്ങനെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി ഇങ്ങനെ ചെയ്ത് പാട്ടുപാടി പോകുന്ന ആളല്ല. അങ്ങനെ ചെയ്യുന്നതും ഞങ്ങളുടെ രീതിയും അല്ല. അല്ല, ഞാനും പറഞ്ഞോട്ടെ, സ്വരാജ് അതേ സമയത്ത് വന്നു, നോക്കേണ്ട സമയത്ത് നോക്കി, എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി ഇടപെടേണ്ടത് ഇടപെടിപ്പിക്കുകയും പാർട്ടി സംവിധാനങ്ങളെയും യുവജന സംവിധാനങ്ങളെയും ഒക്കെ കൃത്യമായി കൂട്ടിയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥി ഞങ്ങളാരും അല്ലല്ലോ മോശമാണെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയും ഇല്ല കേട്ടോ. നിങ്ങളാ പറഞ്ഞത്. നിങ്ങളുടെ നേതാവ് KM ഷാജിയുടെ നിലപാടെന്താ ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച്? UDF ആയതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കുന്നില്ല, പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? കുറേ ഉണ്ട് എന്നാ ഇല്ലേ? ഈ സ്ഥാനാർത്ഥിയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു വല്ലാതെ ചെറുതാകരുത്. ഈ നാട് എന്നല്ല, കേരളമാകെ അംഗീകരിക്കുന്ന ഒരു യുവജന നേതൃത്വമാണ് സഖാവ് M സ്വരാജ്. അദ്ദേഹത്തിന്റെ നാട് കൊടുക്കുന്ന സമ്മാനമായിരിക്കും വമ്പിച്ച ഭൂരിപക്ഷത്തിലുള്ള ഈ വിജയം. അതിനാണ് ഈ നാട് ആഗ്രഹിക്കുന്നത്. അല്ല, ഈ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത് വെച്ചാൽ തുടങ്ങാം കേട്ടോ. സാന്നിധ്യത്തെക്കുറിച്ച് അൻവർ സ്വരാജിനെ കണ്ടില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. വീഡിയോ സഹിതം വരുന്നു. പോത്തുകല്ലിലും മറ്റും ആ വലിയ ദുരന്തത്തിൽ ഒരു കുടക്കീഴിൽ എന്ന മട്ടിൽ അന്ന് ഇവരൊക്കെ ജനപ്രതിനിധികൾ സ്വരാജും അൻവറും ഒക്കെ പോകുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്ത. ഇതാ നിങ്ങൾക്ക് പൊതുവെ UDFകാർ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് M സ്വരാജ് നാട്ടിലില്ലാത്ത ആളാണ്, ദുരന്തം വന്നപ്പോൾ ഇവിടെ സന്ദർശിക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്തഭൂമിയിൽ പോയി നിന്ന് PR ഏജൻസിയെ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തി പ്രദർശിപ്പിക്കുന്ന അല്പന്മാരിയെ യൂത്ത് കോൺഗ്രസ്സുകാരും ഈ UDFകാരും കണ്ടിട്ടുള്ളൂ. അവർ സ്വരാജിനെ പോലെയുള്ള ആളുകളെ കാണണമെങ്കിൽ ആര്യാടന്മാരുടെ തിണ്ണയിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങണം. തെരുവിൽ സ്വരാജും സ്വരാജിൻ്റെ പാർട്ടിയും ഏത് ദുരന്തത്തെ നേരിടാനും അതിനുള്ള സംരക്ഷണം ഒരുക്കാനും എന്നും ഈ നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് സ്വരാജുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ അധിക്ഷേപത്തിന് പറയാനുള്ളൊരു മറുപടി. മറ്റൊന്ന്, ഈ UDFിൻ്റെ പ്രതിനിധി ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു കേരളത്തിലെ കേസുകൾ വർദ്ധിപ്പിച്ച് ആഭ്യന്തരത്തിൻ്റെ പരാജയത്തെക്കുറിച്ചും കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് തുവൂര് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സ്വന്തം സഹപ്രവർത്തകരെ കൊന്ന് വീടിനുള്ളിൽ കുഴിച്ചിട്ട ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവർക്കെതിരെ ഈ കേരള പോലീസ് കേസെടുക്കണ്ടേ? കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ പ്രവർത്തകർ കഞ്ചാവ് വിൽക്കുന്നുണ്ട്, അവർക്കെതിരെ കേസെടുക്കണ്ടേ? UDFിൻ്റെ പ്രവർത്തകർ MDMA വിൽക്കുന്നുണ്ട്, അവർക്കെതിരെ കേസെടുക്കണ്ടേ? ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പകുതി മുക്കാലും അവസാനിപ്പിച്ചാൽ ഈ ആഭ്യന്തര വകുപ്പിന് കേസെടുക്കൽ ഒരു 75% കുറഞ്ഞു കിട്ടുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അടുത്ത സ്വരാജ് കവളപ്പാറയിൽ വന്നു, കുറേ ഫോട്ടോ എടുത്തു PV അൻവറിൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രചരണം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഫോട്ടോ എടുത്ത് പോകാനാണെങ്കിൽ സ്വരാജ് അല്ല, ഈ രാജ്യം മുഴുവൻ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. അവിടെ മാതൃകാപരമായ രീതിയിൽ എന്ത് ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തന ധർമ്മം. അത് സ്വരാജ്, ഈ നിലമ്പൂരിൻ്റെ മണ്ണുകാരനായ സ്വരാജ് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ തൃപ്പൂണിത്തറയിൽ കണ്ടത്. സ്വരാജ് 5 വർഷം അവിടെ MLA ആയി. പിറ്റേത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വരാജ് അവിടെ 8 നിലയിൽ പൊട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ഥാനം 8 നിലയിൽ പൊട്ടുകയാണ് സ്വരാജ് ചെയ്തിട്ടുള്ളത്. ഇത്ര ജനകീയനായ ഒരു സ്വരാജ് പിണറായി തരംഗത്തിലും ഏറ്റവും ശക്തമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസ് നിൽക്കുന്നു സുപ്രീം കോടതി വരെ. ഒരു മിനിറ്റ്, പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് ഇവിടെ PV അൻവർ ഇവിടെ കടുന്നൽ രാജിയായിരുന്നു. PV അൻവർ നിലമ്പൂരിൻ്റെ അമ്പൂക്കിയായിരുന്നു CPMകാർക്ക്. ഇന്ന് എങ്ങനെയാണ് PV അൻവർ ഇത്രങ്ങൾക്ക് വിരോധമായത്? അദ്ദേഹം RSSനെതിരെ പറഞ്ഞത് കൊണ്ടാണോ? അദ്ദേഹം പിണറായി വിജയനെതിരെ പറഞ്ഞത് കൊണ്ടാണോ? അദ്ദേഹം സുജിത് ദാസിനെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും പറഞ്ഞത് കൊണ്ടാണോ? ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു CJP മത്സരമാണ്. CPMഉം BJPയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഒരു പ്രവർത്തനമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ CPMന് വേണ്ടി BJP നോമിനേഷൻ ചെയ്തിട്ടുള്ളത്. മുന്നണിയിൽപ്പെട്ട ആളെയാണ് അവർ പൊക്കിയത്. ഒന്ന്, എന്റെ ഒരു ചോദ്യം, ഇപ്പൊ അൻവർ എന്തുകൊണ്ട് CPMുമായി തെറ്റി എന്ന ചോദ്യത്തിൽ അൻവർ എടുത്ത നിലപാടിനോടുള്ളൊരു താല്പര്യം അങ്ങയുടെ വാക്കുകളിലുണ്ട്. എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇതേ അൻവർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളെയും താങ്കൾ വിശ്വസിക്കേണ്ടി വരും. അൻവറിന്റെ വാക്കുകളെ അന്നും മുഖവിലക്കെടുക്കാത്ത ആളുകളാണ്, ഇന്ന് മുഖവിലക്കെടുക്കാത്ത ആളുകൾ. വലിയ പിരിവുകാരനാണെന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ അൻവർ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ആ രാഷ്ട്രീയം കേരള സമൂഹം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് UDF ആണ്. എന്തുകൊണ്ടെന്നാൽ അൻവർ പറയുന്നത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിലോ, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് അൻവർ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിലോ എങ്ങനെ എന്ത് മറുപടി കൊടുക്കും? ഞാൻ ഈ മറുപടി കേൾക്കാനാണ് നിൽക്കുന്നത്. UDF അൻവറിന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഏറ്റവും ഹീനമായ ശക്തമായ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ UDFന്റെ മറുപടി കാണുന്നില്ല, കേൾക്കുന്നില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ആ മറുപടി ഇവിടെ 19-ാം തീയതി ജനങ്ങൾ പറയും, 23-ാം തീയതി അത് 23-ാം തീയതി അത് കേരള ജനത കാണും. ഇവിടെ ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് PV അൻവറിനെ ഇപ്പം അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ, PV അൻവറിനെ പണ്ടും അംഗീകരിക്കുന്നില്ല ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടെ സുഹൃത്ത് പറഞ്ഞു. സമയം 8 മണിയാവുന്നുള്ളൂ. ഒരു 11 മണി കഴിഞ്ഞാൽ PV അൻവറിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള മാൻകൂട്ടന്മാർ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ എത്തിയിട്ടില്ല. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും, പക്ഷെ അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ. ആണോ? അദ്ദേഹം അയച്ചിട്ടില്ല. PV അൻവർ AI ആയിരിക്കും. AI കാലഘട്ടമാണല്ലോ. AI വെച്ചിട്ട് PV അൻവറിനെ ചിത്രീകരിച്ചതാവും, PV അൻവറിന്റെ വീടും ചിത്രീകരിച്ചതാവും. മാങ്കുട്ടം പോയി കൈ കൊടുക്കുന്നത് AI ചിത്രീകരണമാവാം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോകാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. അത് ശരി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിപ്പോ പലതും അവർക്ക് മാറ്റി പറയാം. അതിനകത്ത് പോയി എന്നുള്ളത് സത്യമാണല്ലോ. അതൊക്കെ ഇനി അതല്ല ഞാൻ പറയാൻ വന്നത്, ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിച്ചെന്നുള്ളൂ. ഇവിടെ 2016 തിരഞ്ഞെടുപ്പിൽ സ്വരാജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു 1000-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്. നിലമ്പൂരിൽ മത്സരിക്കാൻ അയോഗ്യത എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്.
ഇവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇത്രയും നേരമായിട്ടും അങ്ങനെ ഒരു പേരിലേക്ക് അയാളുടെ വ്യക്തിപരമായി എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് സൂചിപ്പിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ ചർച്ചകൾ, ആദ്യം നടക്കുന്ന ചർച്ചയല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേയും ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യുമായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എം സ്വരാജ് എന്ന വ്യക്തിയിലേക്ക് ഇവർ ചുരുങ്ങുകയാണ്. എം സ്വരാജ് നാട്ടിലില്ല, അയാളുടെ പഴയ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തിപരമായ രീതിയിലേക്ക് ചുരുങ്ങി അവസാനിച്ചിട്ടില്ല. ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരികയാണ്. അപ്പോ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ പരാജയപ്പെട്ടതാണ് ഇവിടെ മത്സരിക്കാനുള്ള അയോഗ്യതയെങ്കിൽ ഇവിടെ ചെയർമാനായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് അയാള് അത് കഴിഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പിൽ 5 സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇടതുപക്ഷം ഇന്ന് ഈ നഗരസഭ ഭരിക്കുകയാണ് 23 സീറ്റോടുകൂടി. ഇവിടെ മലപ്പുറം ജില്ലയിൽ 0 സീറ്റുള്ളൊരു പാർട്ടിയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ്. ആ ഒരു ഭരണ മികവാണ് ആര്യാടൻ ഷൗക്കത്തിനുള്ളത്. ഇവിടുത്തെ കച്ചവടക്കാരെ, വ്യാപാരികളെ, ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നഗരസഭ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്നത്. മറ്റൊന്ന്, അത് കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പരാജയപ്പെടുന്നതാണ് മത്സരിക്കുന്നതിന് അയോഗ്യതയെങ്കിൽ ഇവര് പൂർത്തിയാക്കിയോ? ശരി. അഷ്റഫ് അലി, അതായത് 16 മത്സരിക്കുമ്പോൾ വലിയ വോട്ടുകൾക്കാണ് ഷൗക്കത്ത് തോറ്റത്. അതിനു മുമ്പ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നതിൻ്റെ മികവ് പറഞ്ഞു. നഗരസഭയായപ്പോൾ അത് കയ്യിൽ നിന്ന് തന്നെ UDF പോകുന്ന അവസ്ഥയുണ്ടായി. അതാണോ മികവ്? അദ്ദേഹം വ്യക്തിപരമായി തോൽക്കുന്നു, നഗരസഭ തന്നെ UDF കൈവിടുന്നു. എന്നിട്ടും അദ്ദേഹത്തെ 25-ൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ വലിയ അതൃപ്തി അതിനകത്തുണ്ട്. ഇപ്പോൾ VS ജോയിയുടെ പേര് വളരെ സജീവമായി വന്നിരുന്നു. അങ്ങനെ ഒരു ഘട്ടം കൂടി അതിനകത്തുണ്ട്. പല താല്പര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് സക്സസ് ആയില്ല, അത് വർക്കായില്ല. ആര്യാടനെ ഏൽപ്പിച്ചത് ഈ അൻവറിന് കീഴടങ്ങണ്ട എന്ന ഒരൊറ്റ വാശിപ്പുറത്താണോ ഷൗക്കത്തിലേക്ക് UDF ചുരുങ്ങിയത്? ഒരിക്കലുമല്ല. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ അതിൻ്റെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൻ്റെ സകല മേഖലകളിലുമുണ്ട്. ഇവിടെ വസീഫ് പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷനാക്കി ചുരുക്കരുത് എന്ന്. എനിക്ക് ഒരു MLA എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്പന്ദനങ്ങളിൽ കൂടെ ഉണ്ടാവണം, ഇവിടുത്തെ പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടാകണം, ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളും ആവിഷ്കാരങ്ങളും ഉണ്ടാവണം. അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട സ്വരാജിന് തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെടേണ്ടി വന്നത്. ഇവിടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഏതെല്ലാം തരത്തിൽ ഇവിടെ വന്നു. ആ സമയത്ത് എവിടെയെങ്കിലും ഈ ജില്ലയ്ക്ക് വേണ്ടി സംസാരിക്കാൻ എം സ്വരാജ് ഉണ്ടായിരുന്നോ? പിണറായി വിജയൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഈ ജില്ലയെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ ജില്ലയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ഇവിടെ അങ്ങനെയുള്ള നിയമസഭയിൽ UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. അസത്യം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടാണോ? ഇതുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐയുടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്, സ്വരാജ് ചെയ്തിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. ഡിവൈഎഫ്ഐ വീടാന്തരം കയറി പഴയത് എടുത്തിട്ടും കൂലിപ്പണി എടുത്തിട്ട് വരെ പൈസ ഉണ്ടാക്കി ലക്ഷങ്ങൾ പിരിച്ചിട്ട് 100 വീടുകൾക്കുള്ള പൈസ അവിടെ കൊടുത്തു കഴിഞ്ഞു. ഈ ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളുടെ MP-മാരെ, മുൻ MP-യും ഇപ്പോഴത്തെ MP-യും കൂടി 10 പൈസയുടെ ഫണ്ട് ഈ പുനരധിവാസത്തിന് കൊടുത്തിട്ടുണ്ടോ? വാങ്ങിക്കൊടുക്കാൻ കഴിയോ? ആര്യാടൻ ഷൗക്കത്തിന് വാങ്ങിക്കൊടുക്കാൻ കഴിയോ? പുനരധിവാസത്തിന്റെ പേര് പറ. എവിടെയാണ് പുനരധിവാസം? നിങ്ങൾ പറയുന്നത് കവളപ്പാറയാണോ? കവളപ്പാറയിൽ ഇപ്പൊ നടക്കുന്ന പുനരധിവാസത്തിലും അതിന് മുമ്പായാലും ശരി 100 വീട് MP-മാര് വയനാട്ടിൽ 100 വീട് വയനാട്ടിൽ 100 വീട്. വയനാടാണെങ്കിൽ കൊടുത്ത 100 വീട് കൊടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. വയനാടില്ല, വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും പ്രശ്നം അദ്ദേഹം പറഞ്ഞെങ്കിൽ അവിടെ 100 വീട് കൊടുത്ത് ആ വീടിന് തറക്കല്ലിട്ട് അതിന്റെ പ്രവൃത്തി തുടങ്ങിയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന്റെ പ്രതിനിധിയാണ് ഞാൻ. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരിന്റെ കൂടെ ചേർന്നുകൊണ്ട് വീടുണ്ടായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ ഈ ഒരു 9 മാസമായി ലാഗ് ചെയ്ത സർക്കാരിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ. ആദ്യം ആ സുഹൃത്ത് മുസ്ലിം ലീഗ് ആണോ കോൺഗ്രസ് ആണോ എന്നറിയില്ല, ഏതായാലും UDF പ്രതിനിധി അദ്ദേഹം പറഞ്ഞ് അല്ല സുഹൃത്തെ, ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാ, നിങ്ങൾക്കും ബോധ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സ്വരാജ് തൃപ്പൂണിത്തറയിൽ പരാജയപ്പെട്ടതിൻ്റെ 10 ഇരട്ടിയിലധികം വോട്ടിന് പരാജയപ്പെട്ട ആളെയാണ് ഇപ്പോൾ നിങ്ങൾ നിലമ്പൂരിൽ ഗതിയില്ലാതെ അംഗീകരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാം. അങ്ങനെ ബഹളം വെക്കല്ലേ സുഹൃത്തെ, ഇനിയുണ്ട്, ഒന്നിച്ച് തർക്കിച്ചോ.
ഒന്നിച്ച് തർക്കിച്ചോ മോനെ, ഒന്നിച്ച് തർക്കിച്ചോ. പിന്നെ കുഞ്ഞാലിക്കുട്ടി, നമ്മുടെ കുഞ്ഞാലിക്കുട്ടി ഇല്ലേ, കുഞ്ഞാലിക്കുട്ടി നിങ്ങളെ സാക്ഷാൽ കുഞ്ഞാപ്പ ഇപ്പൊ അൻവറിന്റെ വീട്ടിൽ പോയിട്ട് തടവിട്ട് കൂടെ കൂട്ടണമെന്നും അൻവർ പറയുന്നതെല്ലാം ശരിയാണ്, ആര്യാടനെ കുറിച്ച് പറഞ്ഞതും ശരിയാണ്, ഒക്കെ ശരി തന്നെയാണ്, നമുക്കൊന്ന് പഞ്ചായത്താക്കാന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഇല്ലേ, ഈ കുഞ്ഞാലിക്കുട്ടി എവിടെ തോറ്റതാ? കുറ്റിപ്പുറത്ത് തോറ്റതാ. അവിടെ വേറെ ആൾ തോറ്റുണ്ട്, ആരെന്നറിയോ? ഇ.ടി. മുഹമ്മദ് ബഷീർ. ആ ഇ.ടി. മുഹമ്മദ് ബഷീർ തീവ്രവാദിയാണ്, ലക്ഷണമൊത്ത തീവ്രവാദിയാണെന്ന് പറഞ്ഞത് ആരാ? ഈ സ്ഥാനാർത്ഥിയുടെ ബാപ്പയാ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ, അവരും തോറ്റതാ. ഒറ്റ മിനിറ്റ് സുഹൃത്തെ, ഇങ്ങനെ ഹാലിളകല്ലേ. ഞാൻ പറഞ്ഞുതരാ, ഇനിയും പറഞ്ഞുതരാ, പിന്നെ നിങ്ങൾ പറഞ്ഞുതരാ. പിന്നെ പറഞ്ഞുതരാ. ഇരിക്ക്, ഒരു ക്ഷമ കാണിക്ക്. ഇയാൾ പറഞ്ഞു ഈ മറ്റ് സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അതിന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു, അങ്ങനെ ഭരിച്ചിട്ട് ആ പഞ്ചായത്തും ആ മുനിസിപ്പാലിറ്റിയും ഒക്കെ, ഞങ്ങൾ ജയിക്കാത്ത മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തൊക്കെ ഞങ്ങൾക്ക് തന്നു, നിയമസഭയും ഞങ്ങൾക്ക് തന്നു. വളരെ മനോഹരമായിട്ട് ഇവിടെ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആ വോട്ട് ചോദിക്കുന്നത്. അതിന് ഏറ്റവും മിടുക്കനായ MLA ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. മലയാളം പറഞ്ഞാൽ മനസ്സിലാകുന്ന MLA ആണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പറയാം, സംസാരിക്കാം. MLA ആവട്ടെ എന്ന്. MLA ആയിട്ട് കിട്ടുണ്ടോ ഇല്ലയെന്നല്ലേ നോക്കണ്ട്. നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചിട്ട് MP ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? അഷ്റഫ് അലി സംസാരിക്കോ MP-യോട്? ഒന്ന് പറ. പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്ക്. ഞാൻ വിളിക്കാം സ്വരാജിനെ, ഒന്ന് വിളിക്കുക എൻ്റെ MP-നെ. വെറുതെ ബടായി അടിക്കല്ല മോനെ. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരനെ പറയും ഞങ്ങൾ കുടുങ്ങിന്ന്. മരിച്ചാ വരലുണ്ടോ? അപകടം ഉണ്ടായ വരലുണ്ടോ? വന്യജീവി ആക്ട് ആരുടെ പ്രശ്നം? അപ്പൊ ആന ചവിട്ടിയ പറയുണ്ടല്ലോ. ഇത് മറ്റേ ആൾ പോയത് എന്തുകൊണ്ടാ അറിയോ? സ്ഥാനാർത്ഥി ആയതുകൊണ്ടാ. സ്ഥാനാർത്ഥിയാവാൻ കുപ്പായിട്ടോണ്ടാ. സ്ഥാനാർത്ഥിയാവാൻ കുപ്പായിടുകയും പിന്നെയും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചു നടക്കുന്നവരും ഇങ്ങനെ ഷോ വർക്ക് നടത്തും. സ്വരാജിന് അതിന്റെ ആവശ്യമില്ല. സ്വരാജ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമായിരുന്നു. ഈ കേരളത്തിലെ പാർട്ടിയെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ പ്രതിസന്ധിയും പ്രയാസവും അറുതി വരുത്തുന്നതിന് ഈ നാടിനെ കൂട്ടായി കൊണ്ടുപോകുന്നതിന്റെ നേതൃത്വമായിരുന്നു അദ്ദേഹം. വന്നിട്ട് എടക്കര പഞ്ചായത്തിലെ ബെഞ്ചുമ കുത്തിരുന്നിട്ട് സിഗരറ്റും വലിച്ച് വർത്താനം പറയണം, ആന കുത്തിയെടുത്ത് പോകണം എന്നല്ല പറയണം. MLA ആയതിനു ശേഷം നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുകയാണ്, നിങ്ങളുടെ MP നേരത്തെ രാഹുൽ ഗാന്ധി, അതിനുശേഷം സോണിയാഗാന്ധി, നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാട്ടോ, ഇവിടെ വന്നിരിക്കണം എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടെ നിങ്ങളെ കല്യാണത്തിന് വരുന്ന ആളാ? നിങ്ങളെ ഈ മറ്റേ കവളപ്പാറയിൽ വന്ന ആളാ? അതിനുശേഷം വന്ന ആളാ? ഒന്നുമല്ല. നിങ്ങൾ ജയിപ്പിച്ചു വിടുക. രാജാവാണ്. എന്തിനു ജയിപ്പിച്ചു വിടുന്നത്? പച്ച കൊടി പോലും അരേ തീരിട്ട് അങ്ങനെ പിടിച്ചിട്ട് അൽഹംദുലില്ലാഹ് കുത്തുക. അങ്ങനെ നാണില്ലാത്തവർ വന്നിട്ട് എന്ത് വർത്താനാ പറയുന്നത്? ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവർക്കൊക്കെ ഇഷ്ടമാണ് സ്വരാജിനെ, ഒരു തർക്കവും വേണ്ട. ഇവർക്കൊക്കെ ഇഷ്ടമാണ്. ഇവരൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് KM ഷാജി പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് M സ്വരാജിനെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ താമസിക്കുന്ന, നിലമ്പൂർ താമസിക്കുന്ന PV അബ്ദുൽ വഹാബ് എത്രയോ കാലം മുമ്പേ നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് വാർത്തകളിൽ അല്ല. ഞാൻ പറയട്ടെ, എന്നാൽ 2016 ഈ സ്വരാജിനെ തൃപ്പൂണിത്തുറക്ക് വിട്ടത് അല്ല. നിങ്ങൾ ബേജാറല്ല, അവിടെ ഇരിക്ക്. ബേജാറല്ലേ? അവിടെ ഇരിക്ക്. ഇത് ഗുസ്തിയല്ല, അവിടെ ഇരിക്ക്. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അവിടെ ഇരിക്ക്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അറിയാനാണല്ലോ, അറിയാനും പഠിക്കാനും ആണല്ലോ, ജനങ്ങളെ കേൾപ്പിക്കാനുമാണല്ലോ. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഇതാണ് ഇവരുടെ സ്വഭാവം. അദ്ദേഹം പറയുന്ന കൂടി കേൾക്കൂ, എന്നിട്ട് തർക്കിച്ചോളൂ. തൃപ്പൂണിത്തറയിൽ പോയി എന്നുള്ളതല്ലേ, അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ? ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ ആരെന്ന് ചോദിച്ചാൽ K ബാബു എന്നായിരുന്നു ഞങ്ങൾ DYFI പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ K ബാബുവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി തോൽപ്പിക്കണം. അതിന്റെ ഉത്തരവാദിത്വം യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് പോയി ഫൈറ്റ് ചെയ്തു. എവിടെ? തൃപ്പൂണിത്തറയിൽ. അല്ല, നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ആയിരക്കണക്കിന് വോട്ടിന് K ബാബു ജയിച്ച മണ്ഡലത്തിൽ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് പോയ DYFIയുടെ നേതാവ്, ഈ നാടിന്റെ അഭിമാനം സഖാവ് M സ്വരാജ്, ഈ കേരളത്തിന് വേണ്ടി അഴിമതിക്കാരനെ മലർത്തിയടിച്ചു തൃപ്പൂണിത്തറയിൽ. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്ത പണി എന്താ അറിയോ? കേസ് സുപ്രീം കോടതിയിലാ കേസ്. നിങ്ങൾ മതം പറഞ്ഞു, ജാതി പറഞ്ഞു, പല നോട്ടീസുകൾ ഇറക്കി. ആ കേസ് സുപ്രീം കോടതി നടക്കുക. പല തവണ സ്വരാജിന് അനുകൂലമായി വിധി വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ കേസ് എണ്ണം പറഞ്ഞ ചെറിയ വോട്ടുകൾക്ക് തൃപ്പൂണിത്തറയിൽ സ്വരാജിന്റെ നാടല്ലാത്ത എത്രയോ അപ്പുറമുള്ള ഒരു നാട്ടിൽ
സ്വരാജ് പരാജയപ്പെട്ടത്. ഓക്കെ. അതാ പരാജയപ്പെട്ടത്. ശരി. ഇതിലെ ഞങ്ങൾ പിന്നെ ഞാൻ പറയാം, നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് മറ്റേയാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ മത്സരിപ്പിക്കുക. ഉത്തരേന്ത്യ നാളെ കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിക്കുക. ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിലമ്പൂരുകാരൻ സ്വരാജിന് ഇവിടെ മത്സരിക്കാൻ പറ്റൂലേ? യെസ്. ഇതിലൊരു അഷ്റഫ് അലി, ഒരു രസകരമായ കാര്യമുള്ള വെച്ചാൽ തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് കേസ് കിടക്കുകയാണ്. അത് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് കെ ബാബു സുപ്രീം കോടതി പോയപ്പോൾ കോടതി പറഞ്ഞാൽ റദ്ദ് ചെയ്യേണ്ട, കേസ് നടക്കട്ടെ എന്നാണ്. മതത്തെ ദുരുപയോഗം ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം. 100-ൽ പരം വോട്ടിൻ്റെ കേവല വളരെ തുച്ഛമായ ഭൂരിപക്ഷം മാത്രം ബാബുവിന്. ഇനി ഒന്ന് രസകരമായി ആലോചിച്ച് നോക്കൂ, സാങ്കല്പികമാണ് കേട്ടോ, അഷ്റഫ് അലി വിഷമിക്കേണ്ട. നിലമ്പൂർ സ്വരാജ് ജയിക്കുന്നു. മറ്റേ കേസിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിനകത്ത് റദ്ദാക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നാൽ എങ്ങനെ ഇരിക്കും? പക്ഷേ ഇനി വളരെ കുറച്ച് കാലാവധി ഉള്ളത് അതുകൊണ്ട് തന്നെ ഭയക്കണ്ട. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് അശോക് നിങ്ങൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടണം, എന്നിട്ട് ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി വോട്ട് ചോദിക്കണം. ഇതെല്ലാം കൂടെ വളരെ കുറച്ച് സമയം നിങ്ങൾക്കുള്ളൂ. മോഹൻ ജോർജിനെ ആദ്യം പരിചയപ്പെടണം, എന്നാലേ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ കഴിയൂ. വല്ലാത്തൊരു പ്രതിസന്ധി ജോർജിനെ പരിചയപ്പെടണമെന്ന് നിങ്ങളുടെ പക്ഷമാണ്. മോഹൻ ജോർജ് പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉയർന്നു വന്ന പ്രധാനമായിട്ടുള്ള ആവശ്യം മലയോരത്തെ കുടിയേറ്റ കർഷകരിൽ ആരെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത്. പ്രസിഡന്റ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് തന്നെയാണ്, നമ്മൾ തമ്മിലാണ്. നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതാണ് മത്സരിക്കാൻ താല്പര്യമില്ല. സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുന്നത് ഇപ്പോൾ അലർജിയായി. പ്രസിഡന്റ് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉള്ള അഭിപ്രായം, ഇത് അനവസരത്തിൽ അനാവശ്യമായി അടിച്ചേൽപ്പിച്ച ഇടത് വലത് മുന്നണികൾ ഒത്തുകളിച്ചു. അശോക്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേരളത്തിൽ മത്സരിച്ചിട്ടില്ലേ? എത്ര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു? എല്ലാ തെരഞ്ഞെടുപ്പിലും ജയപരാജയം നോക്കാതെ നിങ്ങൾ മത്സരിക്കുന്നു. നിങ്ങളോടല്ല എന്റെ ചോദ്യം, ഞാൻ ഇവരോടല്ലല്ലോ ചോദിക്കുന്നത്, നമ്മൾ തമ്മിലല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. നാളെ ഇതുവരെ BJP അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്, പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, വിജയസാധ്യത ഇല്ലാത്തടത്തും മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മാത്രം എന്താണ് ഇത്തവണ ഇങ്ങനൊരു നിലപാട്? രാഷ്ട്രീയ ചോദ്യമാണ്. മറുപടി ഉറപ്പായും വേണം. അതായത് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്ക, ഇത് അനാവശ്യമായിട്ട് അനവസരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ഒരാളും ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പല്ല. കാരണം ഒരു വർഷത്തിനുള്ളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നു. അതിൽ മത്സരിക്കണോ മത്സരിക്കണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആ കാര്യത്തിൽ ഞങ്ങൾ സുവ്യക്തമായ തീരുമാനമെടുത്തു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം നിശ്ചയിക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരനാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായത്. ഒരു കേരള കോൺഗ്രസ്സുകാരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്നു. അദ്ദേഹം ഇവിടെ ചിരപരിചിതനാണ്. അദ്ദേഹം ഇവിടുത്തെ മലയോര കർഷകരുടെ പ്രതിനിധിയാണ്. അദ്ദേഹം മുൻപത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP-യിലേക്ക് വന്ന ആളാണ്. ഒരു ചോദ്യം ബഹുമാനിയായ UDF പ്രതിനിധിയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. കവളപ്പാറ ദുരന്തത്തിൽ നിങ്ങളെല്ലാവരും പുഷ്പക വിമാനത്തിൽ കൊണ്ടുവന്ന ഒരു MP ഉണ്ടായിന്. MP ഒരു 10 പൈസ പോലും ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ലീഗ് കൊടുത്തിക്കണ വീട്, ലീഗ് കൊടുത്തത് ലീഗിന്റെ പ്രതിനിധികളാണ്. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്ന് പറയുന്നത് ലീഗ് കൊടുത്ത ലീഗിന്റെ ആളുകൾക്കാണ്, ലീഗിന്റെ പ്രതിനിധികൾക്കാണ്. തെളിവ് സഹിതമാണെങ്കിൽ പറഞ്ഞുതരാം. ഇനി ദുരന്തബാധിതർക്കല്ല. ഇനി രണ്ടാമത് ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് ലീഗിന്റെ പ്രതിനിധിയാണ്, വീണ്ടും പറയുന്നത് ഇൻവെർട്ടർ കോമിൽ ലീഗിന്റെ പ്രതിനിധിയാണ് ചോദിക്കുന്നത്. UDF ആണ്. പക്ഷെ ലീഗ് ഷറഫലിനോടാണ് ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യം. അല്ല, എനിക്ക് മനസ്സിലാവട്ടെ. ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച UDF പ്രതിനിധി അഷ്റഫ് അലി എന്നാണ്. നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു ദുഷ്ടലാക്കണ്ടേ ചോദ്യത്തിൽ? അല്ല, ഞാൻ ഈ ചോദ്യം ഒന്ന് പൂർണ്ണമാകട്ടെ. നിരന്തരമായിട്ട് ഞാൻ സംസാരിക്കട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ അറിവോട് കൂടിയിട്ട്. കാരണം ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണ്. ആ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. ലീഗ് എത്രമാത്രം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു അത്രമാത്രം ലീഗിനെ പരാജയപ്പെടുത്താനുള്ള, കോൺഗ്രസിനെ ചോദ്യമാണ്. നിരന്തരമായിട്ട് നിലമ്പൂരിലെ കോൺഗ്രസ് പാണക്കാടിനെയും ലീഗിനെയും ആക്രമിക്കുകയാണ്. ആത്മീയ വാണിഭക്കാരായ പാണക്കാട് തങ്ങന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇവിടെ മത്സരിക്കുന്നത്. അവരെ പ്രതിദാനം ചെയ്യേണ്ടി വന്ന നിങ്ങൾക്ക് രാഷ്ട്രീയ ദാരിദ്ര്യം കൊണ്ടല്ല നിങ്ങൾ ഇപ്പോൾ അവരെ പ്രതിദാനം ചെയ്യേണ്ടി വന്നത്. അതൊന്ന് വ്യക്തമാക്കണം. ചോദ്യം കഴിഞ്ഞോ? ശരത്തെ, ഒരു മിനിറ്റ്. ആ ചോദ്യം ചോദിച്ച പ്രതി ഒന്നും ഇങ്ങോട്ട് വിളിക്കോ. എനിക്കൊരു ഫോട്ടോ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാണ്ട്. അല്ലല്ല, ഇത് കണ്ടോ കവളപ്പാറയിലെ ലീഗ് എന്ത് ചെയ്തു എന്നുള്ള ഇതിനൊരു ചോദ്യമായിട്ട് അദ്ദേഹം ചോദിച്ചു. അതിനുള്ള ഫോട്ടോ ആണ്. ഒന്ന് കാണണം ഇതാ ചന്ദ്രികയിൽ അല്ല, അത് മതി. ഒന്ന് കാണണം. അല്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട്
എന്തെങ്കിലും പറഞ്ഞിട്ട് പോകരുത്, എന്തെങ്കിലും പറഞ്ഞിട്ട് പോകരുത്. ഈ രീതിയിൽ പറയരുത്. കവളപ്പാറയിലേക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ദുരിതബാധിതർക്ക് കൊടുത്തിട്ടില്ല. ആര് പറഞ്ഞു? ദുരിതബാധിതർ പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ദുരിതബാധിതരായി ഇന്നും കവളപ്പാറയിലുള്ള മനുഷ്യരാരെന്നറിയോ? വാണിയമ്പുഴ കോളനിയിലെ പാവപ്പെട്ട സാധാരണക്കാരായ എസ്.ടിക്കാർ. ആ എസ്.ടിക്കാർ കഴിഞ്ഞ 4 വർഷമായി താമസിച്ചത് ഉബൈദ് കാക്കേരി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ്. ഇന്നും അവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാൻ വീടില്ല, അവർക്ക് സഞ്ചരിക്കാൻ പാലമില്ല, അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. 86 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതിയാണ് കവളപ്പാറ നടപ്പാക്കിയത്. ലീഗിനോടുള്ള രാഷ്ട്രീയ ചോദ്യത്തിന് എന്താണ് മറുപടി? നിലമ്പൂർ മണ്ഡലത്തിൽ നിരവധി റോഡ് തകർന്നിട്ടുണ്ട്, നിരവധി പാലം തകർന്നിട്ടുണ്ട്. അത് മുഴുവൻ കവളപ്പാറയിലെ മനുഷ്യർ കൊടുക്കേണ്ട ഫണ്ടെടുത്ത് ചെലവഴിച്ചിട്ട് കവളപ്പാറയിൽ ഒരു രൂപ ചെലവഴിക്കാതെ ഇനി രാഷ്ട്രീയ ഇവർ പറയുകയാണ്. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചോദ്യം ലീഗിനോട് ചോദിച്ചതിന് മറുപടി എന്താണ്? കേൾക്കാൻ ഞാൻ പറയട്ടെ. ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും മുൻകാലങ്ങളിൽ പല വിമർശനം മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കുമെതിരെ നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അപ്പം തന്നെ ഞങ്ങൾ അതിന്റെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ എടുത്തിട്ടുമുണ്ട്. ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ പറയുന്ന സ്ഥാനാർത്ഥി ഇടപെടൽ അല്ല, ചോദ്യം നടപടി എന്താണെന്നുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഉന്നയിച്ച വിഷയം എന്താണെന്നറിയാലോ? ആത്മീയ കച്ചവടം അല്ല, ഞാൻ പറയട്ടെ. മറുപടി പറയുമ്പോ ഇവിടെ സാന്ദർഭികമായി പറഞ്ഞോണ്ടാ അങ്ങനെ പറഞ്ഞത്. ഞാൻ മറുപടി അല്ല, ഞാൻ ഇടപെടുമ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെടുന്നില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇടപെടുന്ന ഒന്ന് പരിശോധിക്കാൻ സുനാമി ഫണ്ട് അടിച്ചു മാറ്റിയാ KT ജലീൽ രാജ്യത്ത് വന്ന് മറന്നോ? ഞങ്ങള് ഇതൊക്കെ സംഭവിച്ചതായി കേരളത്തില്. ഒരു ദുരന്തമുണ്ടായാൽ മുസ്ലിം ലീഗ് ഇതിലെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നവരെയും ആക്ഷേപിച്ചപ്പോൾ എന്ത് നടപടി എടുത്തു? വസീഫിന്റെ ചോദ്യമാണ്. പ്രാദേശിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാം. എന്താ സംശയം? മണിപ്പൂർ ചർച്ച ചെയ്യാം, പ്രാദേശിക കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ട, മണിപ്പൂർ ചർച്ച ചെയ്യാം. കേൾക്കുന്ന BJP-ക്കാരൻ ഒരു പക്ഷേ ചിലപ്പോ ഇവിടുന്ന് അപ്പുറത്ത് പോയിട്ടുണ്ടാവില്ല. ഞങ്ങൾ ആ പാലക്കാട് തെരഞ്ഞെടുപ്പിലും പോയിരുന്നു. ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് പോയി നോക്കണം. എന്താണ് BJP-യുടെ വികസനം എന്ന്. ശരത്ത് കണ്ടതാണല്ലോ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ റോഡ്, അവരവിടെ ഉണ്ടാക്കിയ ഒരു ഓഡിറ്റോറിയം, ഇതൊക്കെ വർഷങ്ങളായിട്ട് അവിടെ അങ്ങനെ പുരാവസ്തുവായിട്ടിരിക്കുക. BJP-യുടെ വികസനം നിങ്ങൾ വെറുതെ ഈ നാട്ടുകാരെ പറഞ്ഞ് മോഡി മോഡി എന്ന് പറ്റിക്കല്ലേ? ഒരു വികസനവും ഇല്ല. ജാർഖണ്ഡിലെ ഒരു സുഹൃത്ത് ഇവിടെ തൃശ്ശൂരുണ്ട്. തൃശ്ശൂര് ഒരു പുരോഹിതൻ, ഞങ്ങൾ സന്ദർശിച്ചത് ആ പുരോഹിതനെ അടിച്ച് പരിപ്പാക്കിട്ടേ പോലീസ് കേസുകൂടി എടുക്കുന്നില്ല. ക്രിസ്ത്യൻ പുരോഹിതനെ അടിച്ചിട്ട് ഈ BJP-ക്കാരും പരിവാറുകാരും. എന്നിട്ടായി ഇവര് ന്യൂനപക്ഷ സ്നേഹം. ഞാൻ ഭിന്നശേഷിക്കാരനാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പെൻഷൻ പൈസ എന്തുകൊണ്ട് സർക്കാർ വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പൈസ എന്തുകൊണ്ട് സർക്കാർ ഇത്രയും കാര്യം 1600 ഉള്ളതൊന്നും അധികരിക്കണം. നമ്മൾ മുഖ്യമന്ത്രിയോട് നമ്മൾ ഭിന്നശേഷി സമ്മേളനം നടത്തിയപ്പോൾ അന്ന് കുറെ പറഞ്ഞതാണ്, പക്ഷെ ഇതൊരു അത് കൂട്ടിയിട്ടില്ല. പിന്നെ രണ്ടാം ചോദ്യം, നവകേരള തലത്തിൽ നടത്തി കഴിഞ്ഞു. നമുക്ക് കുറെ പൈസ ഒക്കെ മുടക്കി നവകേരള തലത്തിൽ നടത്തി കഴിഞ്ഞു, പക്ഷെ അത് എത്ര പേർക്ക് സഹായം കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? പിന്നെ മൂന്നാമത്തെ ചോദ്യം, നമ്മൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പറയുകയാണെ, കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന് 140 മണ്ഡലങ്ങളിലും 9 കോടി അനുവദിച്ചു. അല്ല, ഞങ്ങൾ സുഹൃത്തെ, ഞാൻ വാർത്തയാണ് ഒരു ഫാക്ട്. ഞാനൊരു ഫാക്ട് പറഞ്ഞതാണ്, അത്രേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് എടുക്കാതിരി. വസീഫ് പറയുന്നത് വേറെ, ഞാൻ എൻ്റെ അനുഭവം, ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ചോദ്യം വസീഫിനോടാണ്. സമയം തീരുകയാണ്. നിങ്ങൾ സംസാരം തുടങ്ങിയ സമയത്ത് ഈ സർക്കാരിൻ്റെ ഓരോ ഗുണങ്ങൾ പറഞ്ഞു. അതായത് പുതിയ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നു, പിന്നെ മുടങ്ങിക്കിടന്ന പദ്ധതികൾ പൂർത്തിയാക്കുന്നു. എനിക്ക് ആ കാര്യത്തിൽ 2 ഇത് ചോദിക്കാനുള്ളൂ. ഒന്ന്, നമ്മുടെ നിലമ്പൂർ ഒരു ഗവൺമെൻറ് കോളേജ് അനുവദിച്ചു. നമ്മുടെ നാട്ടിൽ +2 +1 സീറ്റ് ഇല്ലാതെ ആളുകൾ പ്രയാസപ്പെടുന്നു. അത് അനുവദിച്ച് അതിന് മാനവേദയിൽ സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ഓഫീസറും വെച്ചു. ആ സമയത്താണ് ഇടതുപക്ഷം ഇവിടെ ജയിച്ചു വരുന്നത്, അൻവർ ജയിച്ചു. എന്നിട്ട് ആ സംഭവം പൂക്കോട്ടുംപാടത്തേക്ക് കൊണ്ടുപോയി.
പൂക്കോട്ടുംപാടത്തേക്ക് കൊണ്ടുപോയി. ഒന്ന് സ്ഥലം എടുക്കും, അവിടെ കോളേജ് കയറ്റും, നടപ്പിലായില്ല. ശരി. ഇപ്പോൾ അങ്ങോട്ട് നിലമ്പൂർക്ക് മാറ്റി. ഈ 9 വർഷമായിട്ടും അത് പൂർത്തിയാക്കാൻ പറ്റില്ല. ഒന്ന് മുടക്കി കടന്നു മതി. രണ്ടാമത്തെ ഈ ബൈപ്പാസിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ ഇലക്ഷന് നേരിട്ടത്. ബൈപ്പാസ് നിലമ്പൂരിന് 35 വർഷം ആര്യാടന്മാർ ഭരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് ജയിച്ചു. ഈ 9 വർഷമായിട്ടും ആ ബൈപ്പാസ് ഈ രണ്ട് വിഷയം. ഓക്കെ, നമുക്ക് ഒന്ന് വളരെ ചുരുക്കി സമയം അവസാനിക്കുന്നു. ഇവരുടെ അവസാന റൗണ്ടിലേക്ക് വരുന്നതിന് ബഹുമാനപ്പെട്ട അഷ്റഫിനോട് വസീഫ് വെല്ലുവിളിച്ചിരുന്നു, നിങ്ങളെ എംപിനെ ഒന്ന് വിളിക്കാമോന്ന്. ഞാനൊരു സാധാരണ DYFI പ്രവർത്തകനാണ്. ഞങ്ങളെ രാജ്യസഭാ എംപിയായിട്ടുള്ള ശിവദാസിനെയും PP സുനീറിനെയും അഷ്റഫ് ആവശ്യപ്പെട്ട ഇപ്പം തന്നെ ഞങ്ങൾ വിളിക്കും. ആ വെല്ലുവിളി ഏറ്റെടുക്കാം അഷ്റഫിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ശിവദാസിന്റെയും മറ്റൊരു റേഞ്ച് അല്ലല്ലോ രാഹുൽ ഗാന്ധിന്റെ പ്രിയങ്ക ഗാന്ധിന്റെ റേഞ്ച് ഉള്ളത്. അവസാന റൗണ്ട് ലാസ്റ്റ് റൗണ്ട് തീർന്നു. ഇത്ര തന്നെ ഞങ്ങൾ അഷ്റഫ് അലി, പ്രിയപ്പെട്ട അഷ്റഫ് അലി തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ, അത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കയ്യെത്തുന്നതിന്റെ അപ്പുറത്താണ് ഞങ്ങളുടെ സ്വരാജിന്റെ സ്ഥാനം. നിങ്ങൾക്ക് കയ്യെത്തുന്നതിന്റെ അപ്പുറത്താണ്. എന്നാലും ഇവിടുത്തെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാട് ദുഃഖിക്കേണ്ടി വരില്ല. ഈ നാടിനോടൊപ്പം ഉണ്ടാകും, സത്യസന്ധമായി ഉണ്ടാകും. അത് നിലപാട്, മതനിരപേക്ഷതയുടെ നിലപാട് മുറുകെ പിടിച്ചുണ്ടാകും. നിങ്ങൾക്ക് ചാഞ്ചാട്ടം ഉണ്ടാകില്ല. വെറുതെ എന്തേലും പറഞ്ഞു പോലെ പിന്നെ പറയാം. നിങ്ങൾ പറഞ്ഞ അതെ, അതൊക്കെ നിങ്ങൾ കുറെ സ്ഥലത്ത് ചോദിക്കുന്നല്ലേ. പിന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അവസാന കാലത്ത് ഇദ്ദേഹത്തിന്റെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലോറി മുന്നിൽ വിടും, അതിന് ബാക്കിൽ ഇയാളുടെ കാറ് പോകും, ഒരു ഫോട്ടോഗ്രാഫർ പോകും, എന്നിട്ട് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് കല്ലിടും. അങ്ങനെ കല്ലിട്ട ഒരു കോളേജ് ഉണ്ടായിരുന്നു ഇവിടെ. ഇതിന് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ? ഭൂമി എടുക്കാൻ പറ്റുമോ? ഇതിന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണം വേണോ? ഒന്നും ചിന്തിക്കില്ല. കാരണം വേറെ നോക്കണ്ടില്ല. മേലെ ആകാശ താഴെ ഭൂമിയാണല്ലോ. ഇനി ഈ ടീം എന്തായാലും ജയിക്കൂല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഇട്ടിട്ട് പോയാ ലേശ പ്രയാസം ഉണ്ടാകും. എന്നിരുന്നാലും ഇപ്പോ കിഫ്ബിയിൽ പണം വന്നിട്ടുണ്ട്, എല്ലാ സാങ്ഷനും ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് MLA ആയാലും നിങ്ങൾ വന്നാൽ ആര് വന്നാലും ഇവിടുന്ന് തെരഞ്ഞെടുപ്പിന്റെ ഈ തിരക്കിൽ 2 ദിവസം ഞാനും പോരാൻ തയ്യാറാ. അവിടെ ഫയൽ പ്രോസസ് നിങ്ങൾക്ക് കാണാലോ, അവിടെ ഫണ്ട് പാസ്സായിട്ടുണ്ട്. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നെ പറഞ്ഞോട്ടെ, പിന്നെ 6 കിലോമീറ്റർ ദൂരം ബൈപ്പാസിന്റെ അതാ ഞാൻ പറഞ്ഞത്. അഷ്റഫിനോട് നിങ്ങൾ തൊള്ള കൊണ്ട് ഞങ്ങൾ പിന്നെ അല്ല, ഒറ്റ മിനിറ്റ്. ബൈപ്പാസ് 6 കോടി 6 കിലോമീറ്റർ. ഞാൻ പറഞ്ഞോട്ടെ 6 കിലോമീറ്റർ ദൂരത്തിൽ 2 കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്ത് പൈസ കൊടുത്തു. ഇടതുപക്ഷ ഗവൺമെന്റ് നിലമ്പൂരിന്റെ വികസനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗത്തിലാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വികസനം സംബന്ധിച്ച് BJPക്ക് കാഴ്ചപ്പാടുണ്ടോ? ഇവിടെ വിഷയം അതാണ്. നിലമ്പൂരിന്റെ വികസനം നരേന്ദ്രമോദിയിലൂടെ സാധ്യമാക്കപ്പെടും. ഇവിടെ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്ക്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നിലമ്പൂർ റെയിൽവേ ഏത് തരത്തിലെത്തിയെന്ന് പോയി നോക്ക്. നിലമ്പൂരിലുള്ള ജനങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ വികസനം ഗൗരവമായി ചർച്ച ചെയ്യും. സർക്കാർ വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങളെ UDF-ഉം LDF-ഉം ഒന്നിച്ച് ഭരിച്ചതാണ് 10 വർഷക്കാലം. ഈ നിലമ്പൂരിലെ LDF ഗവൺമെന്റ് വന്നതിന് ശേഷം നിർത്തലാക്കിയ നാടുകാണി പരപ്പനങ്ങാടി പാതയുണ്ട്. അതിന്റെ ദുരിതമാണ് ഇന്നും ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടെ ഈ ബ്ലോക്കിലൂടെ അനുഭവിക്കുന്നത്. ഞങ്ങൾ വന്നാൽ ഞങ്ങൾ ഈ നാടിന്റെ ഈ വികസനം യാഥാർത്ഥ്യമാക്കും. നാടിനോടുള്ള ആത്മവിശ്വാസത്തോടെ പറയുകയാണോ? തീർച്ചയായിട്ടും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 24 വർഷക്കാലയളവിൽ ആര്യാടന്റെ ഭരണമുണ്ട്. അന്ന് ഈ കേരളത്തിൽ ഈ നിലമ്പൂരിൽ എവിടെയാ കറണ്ട് ഉണ്ടായിരുന്നത്? എവിടെയാ റോഡ് ഉണ്ടായിരുന്നത്?
ആര്യാടന്റെ കാലത്തെ പവർ കട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. പവർ കട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തെ വസീഫ് അനുസ്മരിപ്പിച്ചതോടെ നിലമ്പൂർ ടൗണിലെ പടക്കളം വേറൊരു ലെവലിലേക്ക് പോയിരിക്കുകയാണ്. പടക്കളം ഇവിടെ തീരുന്നില്ല. എല്ലാ പഞ്ചായത്തുകളിലേക്കും പടക്കളം തുടരും. ഇന്നിപ്പോൾ നിലമ്പൂർ ടൗണിലെ പടക്കളമാണ് നമ്മൾ കണ്ടത്. താങ്ക് യു.